ഈ മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി പോയിട്ടുണ്ട്. സർക്കാർ പിരിച്ചുവിട്ട ബോർഡിലെ അംഗം നസീർ വെമ്പായമാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഷപ്ന വിവരങ്ങളുമായി ചേരുന്നു. ഷപ്ന, ഗുഡ് മോർണിംഗ്. എപ്പോഴേക്കാവും കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം എത്തുക? സെതു, ഒരുപക്ഷെ രാവിലെ തന്നെ കോടതി വിഷയം പരിഗണിച്ചേക്കും. കേരള മാരിടൈം ബോർഡ് ആക്ട് പ്രകാരം 2017 ആക്ട് പ്രകാരം രൂപീകൃതമായ കേരള മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിനെതിരെയാണ് ഇത്തരത്തിലൊരു ഹർജി. കാരണം ഈ ബോർഡ് അംഗങ്ങളെ കേൾക്കാതെയും കാരണം കാണിക്കൽ നോട്ടീസ് ഇല്ലാതെയുമാണ് പിരിച്ചുവിടൽ നടത്തിയിട്ടുള്ളത്. സർക്കാരിന്റെ ഈ നടപടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബോർഡ് അംഗമായ നസീർ വെമ്പായമാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ തുറമുഖ വികസനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ പ്രവർത്തനം. ബേപ്പൂര് അടക്കമുള്ള തുറമുഖങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. ഇത് തടസ്സം സൃഷ്ടിക്കും എന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. ഏതായാലും സർക്കാർ നടപടി റദ്ദാക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം. ഓക്കെ ഷപ്ന.